നിങ്ങളുടെ കുഞ്ഞ് നിർത്താതെ കരയുമ്പോൾ പാല് കൊടുത്തിട്ടും മാറുന്നില്ലേ? എങ്കിൽ അമ്മമാരെ, ഇത് വിശപ്പല്ല, വേറെ എന്തോ ആണ്. ആ കരച്ചിൽ കേട്ട് എങ്ങനെ കാര്യം മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞ് നിർത്താതെ കരയുമ്പോൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അമ്മമാരെ, കുഞ്ഞ് നിർത്താതെ കരയുമ്പോൾ നമ്മൾ ആകെ പകച്ചുപോകും അല്ലേ? ചിലപ്പോൾ എടുത്തുകൊണ്ട് നടന്നാലും പാല് കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്താലും കരച്ചിൽ മാറില്ല. കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് അവരുടെ ഏക ഭാഷ ഈ കരച്ചിലാണ്. ഓരോ കരച്ചിലിനും ഓരോ അർത്ഥമുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. വിശപ്പിന്റെ കരച്ചിൽ ഏറ്റവും സാധാരണമായ ഒന്നാണിത്. പക്ഷേ വിശന്നു കരയുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കരുത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയാം. കരയുന്നതിന് മുൻപ് തന്നെ കുഞ്ഞ് കൈവിരലുകൾ നുണയാൻ തുടങ്ങും, ചുണ്ട് ചപ്പിക്കൊണ്ടിരിക്കും, തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കും. പിന്നെ കരച്ചിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു താളാത്മകമായ കരച്ചിലായിരിക്കും. പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ഉടനെ ശാന്തനാവുകയും ചെയ്യും. വയറുവേദനയും ഗ്യാസും എങ്ങനെ തിരിച്ചറിയാം? പല അമ്മമാരും പേടിക്കുന്ന ഒന്നാണിത്. വൈകുന്നേരങ്ങളിലും രാത്രിയിലുമാണ് ഇത് കൂടുതലായി കാണുന്നത്. ലക്ഷണങ്ങൾ എന്താണെന്ന് പറയാം. കുഞ്ഞ് കാലുകൾ വയറിലേക്ക് മടക്കി വയ്ക്കും, കൈകൾ ചുരുട്ടി പിടിക്കും, പിന്നെ മുഖം നല്ല ചുവപ്പ് നിറമാകും, വയറിൽ തൊട്ടു നോക്കിയാൽ കുറച്ച് കട്ടിയുള്ളതായി തോന്നും. പരിഹാരം എന്ന് പറയുന്നത് മുലയൂട്ടിയ ശേഷം കുഞ്ഞിനെ തോളത്ത് കിടത്തി ഏമ്പക്കം, അതായത് ബർപ്പിംഗ് വിടുവിക്കാൻ ഒരിക്കലും മറക്കരുത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പോംവഴി. വയറിൽ ക്ലോക്ക് വൈസ് ദിശയിൽ മൃദുവായി തടവുന്നതും ആശ്വാസം ലഭിക്കും. ഉറക്കവും അസ്വസ്ഥതയും. ചിലപ്പോൾ കുഞ്ഞ് ഉറക്കം വന്നിട്ടായിരിക്കും കരയുന്നത്. പക്ഷേ മുതിർന്നവരെ പോലെ അവർക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിയില്ല. എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് പറയാം. കരച്ചിലിനോടൊപ്പം കുഞ്ഞ് കണ്ണ് തിരുമുകയോ ചെവിയിൽ പിടിച്ച് വലിക്കുകയോ ചെയ്യും. വല്ലാതെ ശബ്ദമുള്ള സ്ഥലമാണെങ്കിൽ കുഞ്ഞ് അസ്വസ്ഥനാകും. നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞിനെ ശാന്തമായ വെളിച്ചം കുറഞ്ഞ ഒരു മുറിയിലേക്ക് മാറ്റുക എന്നതാണ്. ഒന്ന് താരാട്ട് പാടി താലോലിച്ചാൽ അവർ പെതുക്കെ ഉറങ്ങിക്കോളും. ശാരീരികമായ അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളെ കരയിപ്പിക്കും. ഡയപ്പർ നനഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. നനവ് തട്ടുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത വരും. വസ്ത്രം കട്ടിയുള്ളതോ അല്ലെങ്കിൽ കുത്തുന്ന രീതിയിലുള്ള ലേസുകളോ ഉള്ള വസ്ത്രങ്ങൾ കുഞ്ഞിനെ കരയിപ്പിക്കും. എപ്പോഴും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ഇടയ്ക്കാൻ ശ്രമിക്കണം. കുഞ്ഞിന് വല്ലാതെ ചൂടെടുക്കുന്നുണ്ടോ അതോ തണുക്കുന്നുണ്ടോ എന്നും നോക്കണം. കഴുത്തിൻ്റെ പിൻഭാഗത്ത് തൊട്ടു നോക്കിയാൽ ഇത് മനസ്സിലാക്കാം. എപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ കാണിക്കേണ്ട സാഹചര്യം എന്ന് പറയാം. എല്ലാ കരച്ചിലും സാധാരണമാകണമെന്നില്ല. താഴെ പറയുന്നവ ശ്രദ്ധിക്കൂ. നിർത്താതെയുള്ള കരച്ചിൽ മണിക്കൂറുകളോളം കുഞ്ഞു കരയുന്നു, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. കൂടാതെ കരച്ചിലിനൊപ്പം പനി, ഛർദി, വയറിളക്കം അല്ലെങ്കിൽ ശരീരം വല്ലാതെ തളർന്നു പോവുക എന്നിവ കണ്ടാൽ ഒട്ടും വൈകിക്കരുത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് പരിശോധന നടത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.